ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. സ്പെഷ്യൽ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഞാനത് ചോദിക്കുന്നില്ല. അങ്ങനെ അത് ബോറാക്കുന്നതാണ്. അതെ. അത് താങ്കൾ വെക്കുന്ന ഒരു ഐറ്റം, ഷെഫ് പിള്ളയുടെ ഒരു മെയിൻ ഐറ്റം. അത് ഇവിടെ ഉള്ള ഷെഫിന്റെ അടുത്ത് അതിന്റെ കൂട്ടും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അവരുടെ അടുത്ത് കൃത്യമായി അതിന്റെ അവര് നമ്മളിൽ നിന്നും വേറിട്ട് പോകുമെന്ന് ഭയമുണ്ടോ? ഇല്ല, അതുമില്ല. ഇതൊരു ഒരു SOP ആണ് ശരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്തുകൊണ്ട് എനിക്കിത് എക്സ്പാൻഡ് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റി. ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. ഞാനതൊരു നല്ലൊരു യൂറോപ്പിലൊക്കെയുള്ള നല്ല കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് കിട്ടിയ ഒരു നോളജ് വെച്ചിട്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. ഒരു SOP സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. എങ്ങനെയാണ് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ ഓപ്പണിംഗ് ഇപ്പോൾ നിങ്ങൾ വന്നപ്പോൾ തന്നെ ഇതെല്ലാം ഓൾറെഡി സെറ്റാണ്. നൈറ്റ് പോകുമ്പോൾ തന്നെ നെക്സ്റ്റ് ഡേയിലേക്ക് എല്ലാം സെറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് അതിൻ്റെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഇവിടുന്ന് ഒരു ക്ലോസ് ചെയ്ത് ഇറങ്ങുക. അപ്പോൾ രാവിലെ വരുന്നവർക്ക് വേറെ ഒന്നുമില്ല, ജസ്റ്റ് വരുന്ന ഗസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി. അപ്പോൾ അതേപോലെ എനിക്ക് കിച്ചണിൻ്റെ ഒരു പ്രോസസ്സ്, അവരൊരു ചെക്ക് ലിസ്റ്റ്, ഓപ്പണിംഗ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും, ക്ലോസിംഗ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും, റെസിപ്പി എങ്ങനെയാണ്. നമ്മളിവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. 5 ലിറ്ററിൻ്റെ സോസ് തീർന്നാലും തീർന്നില്ലെങ്കിലും 5 ലിറ്ററേ അടിക്കാവുള്ളൂ ഒരുമിച്ച്. കാരണം കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം 5 കിലോ ചിക്കൻ വെച്ചിട്ട് നമുക്കൊരു സെറ്റ് ഓഫ് റെസിപ്പി ഉണ്ട്. നമ്മുടെ ചിക്കൻ കറി 5 കിലോ ചിക്കൻ, ഇത്ര തേങ്ങാപ്പാൽ, ഇത്ര ഇഞ്ചി, ഇത്ര, അത് എത്ര തിരക്കായാലും 5 കിലോ തന്നെ ഉണ്ടാക്കണം. അത് 7 കിലോ ആയി കഴിഞ്ഞാൽ ആ കൺസിസ്റ്റൻസി മാറും. അപ്പോൾ 5 കിലോ തീർന്നാൽ അടുത്ത 5 കിലോയുടെ ലോട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു സിസ്റ്റം കൊണ്ടുവരുന്ന അതിനെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ കൺസിസ്റ്റൻസിയിൽ ചെയ്യാൻ പറ്റുക. അതൊരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സാണ്. അത് ആദ്യം ആരത്ത് പറഞ്ഞപ്പോൾ നമ്മളൊരു ഷെഫ്മാർ എനിക്ക് കുഴപ്പമില്ല, ഞാനിപ്പം എൻ്റെ കൈ വെച്ച് 10 ഗ്രാം മുളകിട്ട് കൂടിയിട്ടാലും കറക്റ്റ്. പക്ഷേ അല്ല, നമ്മൾ മെഷർമെൻറ്റ് ചെയ്ത് റെസിപ്പി സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് 30 ഗ്രാം ആണ് മുളക് പൊടിയെങ്കിൽ 30 ഗ്രാം മുളക് പൊടി തന്നെ ഇടണം. എന്നാൽ മാത്രമേ, ഇപ്പം വേണമെങ്കിൽ ഒരു 3 സ്പൂണാണ് ഡെയിലി ഉണ്ടാക്കുന്നതൊക്കെ വേണമെങ്കിൽ അളവ് കൃത്യമായിട്ട് ഇടാം. പക്ഷേ എന്നാൽ പോലും അതിനകത്തൊരു 5 ഗ്രാം കൂടാം കുറയാനൊക്കെ വരും. അപ്പം നമ്മൾ അതിനുള്ള ചാൻസ് ഇല്ല. സോ ദർ ഇസ് എ റെസിപ്പി, യു മെഷർ ഇറ്റ്. 40 ഗ്രാം മഞ്ഞൾപ്പൊടിയാണ്, 90 ഗ്രാം മുളക് പൊടിയാണ് 5 കിലോയ്ക്ക് കൃത്യമെങ്കിൽ അത് തന്നെയാണ്. 4 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുകയെങ്കിൽ 4 ലിറ്റർ വെള്ളം അളന്ന് തന്നെ ഒഴിക്കുക. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ആരായാലും അത് കറക്റ്റായിട്ട് പോകും. ആ ഒരു പ്രോസസ്സ് ആദ്യം സെറ്റ് ചെയ്യുകയാണ് ഡിഫിക്കൽട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നൊരു ഷെഫ് വന്നിട്ട് ഇന്ന് എൻ്റെ ചിക്കൻ കറി ഇങ്ങനെയാണ്, നാളെ ഇച്ചിരി വേണമെങ്കിൽ ഒരു ചിലപ്പോൾ അന്നത്തെ ദിവസം ടേസ്റ്റ് കൂട്ടും. പക്ഷെ അത് കാര്യമില്ല. നമ്മൾ ടേസ്റ്റ് കൂട്ടാനല്ല വെക്കുന്നത്, നമ്മൾ കൊടുക്കുന്നത് ഒരെണ്ണം സെറ്റായിട്ട് അതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ വീണ്ടും ട്രയൽ ചെയ്തിട്ട് റെസിപ്പി മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത് പ്രൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ പുതിയത് അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ അത് പാലിക്കും. ഇന്നത്തേക്ക് ഒരു ദിവസം വേണ്ടി നല്ലതുണ്ടാക്കണ്ട, അല്ല ഒരു ദിവസത്തേക്ക് മോശം ഉണ്ടാക്കരുത്. അങ്ങനെ അതൊരു പോളിസിയാണ്. അതിനെ ആദ്യം അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ വേയിൽ അതിന് പറ്റിയ ആൾക്കാരെ വെച്ച് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് പെട്ടെന്ന് റെസ്റ്റോറൻറ്റ് തുടങ്ങി 4-5 ഷെഫുമാരെ വെച്ചിട്ട് ഈ പ്രോസസ്സ് പറഞ്ഞാൽ അവർ ഓടിപ്പോയിക്കളെ, അവർക്ക് പറ്റില്ല. നിങ്ങൾ അതിനനുസരിച്ചുള്ള ആൾക്കാരെല്ലാം കൊടുക്കണം. അതെ. ഈ പറഞ്ഞ പണ്ട് കാലങ്ങളിൽ ഇപ്പോഴും ഉണ്ട്, ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ടല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഹോട്ടലിന്റെ ഉടമയ്ക്ക് ടെൻഷനാണ്, ചായ അടിക്കുന്ന ആൾ എത്തും. സത്യം ഇപ്പോഴും ഉണ്ടല്ലേ, ഉണ്ട്. ചായ അടിക്കുന്ന പൊറോട്ടക്കാരൻ വരുമോ, ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല. അതിന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സലീം കുട്ടി എന്ന് പറയുന്നത്, സന്തോഷ് ട്രോഫി താരമാണ്, തൊടുപുഴ സന്തോഷ് ട്രോഫി താരമാണ്. അദ്ദേഹത്തിന് ഹോട്ടലുണ്ട്. അപ്പൊ ഞാൻ അവന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ഞങ്ങൾ ചിലപ്പോൾ യാത്ര ചെയ്യും. എടാ അവൻ വന്നിട്ടില്ല, ചായ അടിക്കുന്ന ആൾ വന്നിട്ടില്ല, അവൻ പൊറോട്ട അടിക്കണം വന്നിട്ട്, ആ ടെൻഷൻ അവന്റെ മുഖത്ത് കാണാം. അത് ഇപ്പോഴും ഉണ്ടോ? ഒരുമാതിരിപ്പെട്ട റെസ്റ്റോറൻറ്റ്സിലെല്ലാം ഉണ്ടാവും. ഇവിടെ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഇത് തീർച്ചയല്ലേ. ഈ മേഖലയിലോട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവർക്ക് ഒരിക്കലും ഇതൊരു ഫുഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ബാക്കി ഒരു ബിസിനസ്. ഇപ്പം നിങ്ങളൊരു ടെക്സ്റ്റൈൽ കമ്പനി ഒരു തവണ ഒരു പ്രൊഡക്റ്റ് സെറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഓൺ ഗോയിങ് ആണ്, പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇത് ഫുഡ് ഇന്നത്തെ ദിവസം ഇന്ന് ഫ്രഷ് സാധനം വാങ്ങിച്ച് ഇന്ന് ഉണ്ടാക്കി ഇന്ന് സെർവ് ചെയ്ത് ഇന്നത്തെ ഫീഡ്ബാക്ക് ലൈവില് കിട്ടുന്നൊരു സംഭവമാണ്. അത് ആ പ്രോസസ്സിലില്ലെങ്കിൽ ഇവർക്ക് ഭയങ്കരമായ തലവേദന. ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾക്ക് ഈ മാനസിക സംഘർഷങ്ങളൊക്കെ എടുക്കാൻ റെഡിയുള്ളവർ മാത്രമാണ്. ശരിക്കും ക്ഷമയാണ് ഇതിൻ്റെ. കാരണം ഇതിനകത്ത് ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നതും, നിങ്ങൾ വിചാരിക്കും ഭയങ്കര തിരക്കുള്ള റെസ്റ്റോറൻ്റ് ഒക്കെ കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുക. ഇല്ല, പൈസയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ശരിക്കും പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് 9 to 10% പ്രോഫിറ്റ് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുക. പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്രയും ഇതൊക്കെ വെച്ചിട്ട് അത് അതും എല്ലാ ആഴ്ചയിലും തുടർച്ചയായിട്ട് നല്ല ബിസിനസ് ചെയ്താൽ, ഒരാഴ്ച കുറഞ്ഞാൽ അയാളുടെ പൈസ പോയി. ഓരോ ഇതിന് പണ്ട് നമ്മുടെയൊക്കെ നാട്ടിലെ പറച്ചിലെന്ന് വെച്ചാൽ ചായ ഈ ഹോട്ടലിൽ വരുന്ന വെച്ചാൽ ഒരാഴ്ചത്തെ പൈസ എടുത്ത് ശമ്പളം കൊടുക്കണം, ഒരാഴ്ചത്തെ പൈസ എടുത്ത് വാടകയും മറ്റ് സാധനം കൊടുക്കണം, ഒരാഴ്ചത്തെ പൈസ എടുത്തിട്ട് നമ്മുടെ ഫുഡ് കോസ്റ്റ്, അരി സാധനങ്ങൾ ഫുഡ് കോസ്റ്റ് വാങ്ങിക്കണം. അതായത് നിങ്ങൾ മീനും അരിയെല്ലാം വാങ്ങിക്കുന്ന കച്ചവടത്തിൻ്റെ പൈസ എടുത്ത് 4-ാമത്തെ ആഴ്ചത്തെ പൈസ മുതലാളിയുടെ പോക്കറ്റിൽ വെക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊന്നും നടക്കില്ല. ഇതായിരുന്നു ഒരു തത്വം. സിമ്പിളായിട്ട് പറഞ്ഞ ഒരു ഹോട്ടലിൻ്റെ 4 ആഴ്ചയുണ്ട് ഒരു മാസം.
ഫസ്റ്റ് വീക്കിലെ പൈസ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫിൻ്റെ സാലറി, നെക്സ്റ്റ് വീക്ക് വാടകയും അനുബന്ധ ചെലവുകളും ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വെള്ളം, മറ്റുള്ള സാധനങ്ങളെല്ലാത്തിനുള്ള ആ യൂട്ടിലിറ്റിയും പ്ലസ് ഫിക്സ്ഡ് ആയിട്ടുള്ള കോസ്റ്റ് എന്ന് പറയും. ഫസ്റ്റ് വേജ് കോസ്റ്റ്, സാലറി കോസ്റ്റ്, പിന്നെ ഫിക്സ് കോസ്റ്റ്. തേർഡ് എന്ന് പറഞ്ഞാൽ ഫുഡ് കോസ്റ്റ്. ഫുഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചല്ലേ വിൽക്കുക, അതൊരു 30% വരും ഒരു നോർമൽ. അത് തേർഡ് വീക്കിൻ്റെ പൈസ എടുത്തിട്ടാണ്. ഫോർത്ത് വീക്ക് മുതലാളിയുടെ കാശ് എന്നാണ് പറയാൻ. അപ്പോൾ ഏതെങ്കിലും ഒരാഴ്ച ഇച്ചിരി കച്ചവടം കുറഞ്ഞാൽ ഈ മുതലാളിയുടെ കാശ് ആദ്യമേ പോയി, പിന്നെ എന്തെങ്കിലും കുറഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ നടക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഏറ്റവും കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല ബിസിനസ് ചെയ്യുന്നവർക്കാണ് ഈ 10% പ്രോഫിറ്റ് ഒക്കെ കിട്ടുക. ആ 10% പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇത്രയും എഫർട്ടും ഇത്രയും ഗസ്റ്റിൻ്റെ ഫീഡ്ബാക്കും. അതും 100 ആൾ വന്നു കഴിഞ്ഞാൽ ഒരു 10 പേർക്ക് ഒരിക്കലും നിങ്ങളുടെ ഭക്ഷണം ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അവരുടെയൊക്കെ അതൊക്കെ അവർ പറയുന്നതൊക്കെ കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ആ ക്ഷമയോട് നിന്ന് കേൾക്കണം. അല്ല അവിടെ നിങ്ങൾ ഈഗോ പഠിച്ചിട്ട് കാര്യമില്ല. അത് ഒരാൾക്കൊരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഉണ്ടാക്കുന്ന ഭക്ഷണമോ സർവീസോ എന്തെങ്കിലും രീതിയിൽ ഇഷ്ടപ്പെടാതിരിക്കാം. അവർ ചിലപ്പോൾ ഓൺലൈൻ റിവ്യൂ എഴുതും, അല്ലെങ്കിൽ അവർ വിളിച്ച് പറയും, അല്ല ചിലർ ഫൈറ്റ് ചെയ്യും, ചിലരൊന്നും പറയാണ്ട് മിണ്ടാണ്ട് പോയും. അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ക്ഷമയും ഇതൊക്കെ ഉള്ളവർക്കാണ് ഈ ഇൻഡസ്ട്രിയിൽ ശോഭിക്കാൻ പറ്റുക, നിൽക്കാൻ പറ്റുക. എനിക്ക് ഏറ്റവും ക്ഷമ ഹോട്ടലിൽ പോകുമ്പോഴാട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് നമ്മൾ കൂടെ ഉള്ളവർക്ക് എനിക്ക് എല്ലാം പെട്ടെന്ന് വേണം. ഹോട്ടലിൽ പോയാൽ ഭയങ്കര ക്ഷമയോട് വേണം. കാരണം എനിക്ക് ഭയമാണ് ഹോട്ടലിൽ പോയിട്ട് ഒച്ച എടുത്ത് കഴിഞ്ഞാൽ. സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്ന സാധനം അവിടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഹോട്ടലിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ ഇതിന് ഉപ്പില്ല എന്നൊരു ദേഷ്യപ്പെട്ടിട്ട് അവരെടുത്തോണ്ട് പോയിട്ട് അകത്ത് പിന്നെ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. സ്വഭാവമായിട്ട് പറയുന്ന കാര്യം ഞാൻ പറയും, തീർച്ചയായിട്ടും അല്ല പറയാറില്ലേ? അതെ. അപ്പം പറയുന്നതാണ്, സ്വാഭാവികമായിട്ട് ആളുകൾ പറയുന്നതാണ്. അങ്ങനെ ചെയ്യുന്നവരെന്നല്ല, അങ്ങനെ പറയുന്നവരുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ അതെ, ഉറപ്പായിട്ടുണ്ട്. എപ്പോഴും എൻ്റെ ഒരു ബേസിക് ഒരു ഇത് നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒരു എത്തിക്സ് എന്ന് പറയും, ആ ഒരു മര്യാദകൾ. ഒരു ഹോട്ടലിൽ പോയാൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് മലയാളികൾ പലപ്പോഴും അതിൽ വളരെ പിറകിലാണ്. ശരിക്കും ഒരു ഹോട്ടൽ എത്തിക്സ് ഉണ്ട്. അതുപോലെ ടേബിൾ മാനേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരു സമൂഹം അംഗീകരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇന്റർനാഷണൽ ലെവലിൽ. അതൊക്കെ വയ്ക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലൊക്കെ ഇപ്പോൾ ട്രാവൽ ചെയ്ത് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയാൽ എങ്ങനെയായിരിക്കണം ഓർഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളൊരു ബുക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ആ ടൈമിൽ വരാൻ പറ്റുക. കാരണം അവരുടെ ഒരു ബിസിനസ്സിനൊക്കെ അത് ബാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ലേറ്റ് ആവും ട്രാവൽ, അതൊക്കെ സംഭവിക്കും. പക്ഷെ അവരെ കറക്റ്റായിട്ട് ഇൻഫോം ചെയ്ത് ആ ടേബിൾ റിലീസ് ചെയ്ത് വേറൊരാളെ വെയിറ്റ് ചെയ്താൽ കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തൊട്ടടുത്ത ടേബിളിൽ ഉറക്കെയൊക്കെ സംസാരിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഏത് റെസ്റ്റോറൻറ്റോ ബിസിനസ് മീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സാധാരണ ആൾക്കാരായിരിക്കും. അപ്പം മറ്റുള്ളവരുടെ പ്രൈവസിയിലൊക്കെ ഇടപെടുന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആൾക്ക് അരോചകമായിട്ട് വരും. അതുപോലെ ഈ ഏറ്റവും കൂടുതൽ മലയാളികളെ കുറിച്ച് ഇങ്ങനെ മൊത്തത്തിലുള്ള കമൻസ് വരുന്നത് കൈ കഴിയുമ്പോഴാണ്. കൈ കഴിയിട്ട് കുടഞ്ഞിട്ട് അങ്ങ് പോകും. അതൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് അവിടെ ടിഷ്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഊണ് കഴിച്ചിട്ട് പെട്ടെന്ന് വാഷ് ബേസിനിൽ നിന്ന് ചെറിയ റെസ്റ്റോറൻറ്റിലൊക്കെ തൊട്ടടുത്തും ടേബിളൊക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ നമ്മളൊരു സെപ്പറേറ്റ് ഏരിയയിലായിരിക്കും അവർക്കത് വൈപ്പ് ചെയ്തിട്ട് വരാൻ പറ്റും. അതിനുള്ള സൗകര്യം ഇല്ലാത്ത ചെറിയ റെസ്റ്റോറൻറ്റിൽ തൊട്ടടുത്തൊരു വാഷ് ബേസിൻ വെച്ചാൽ കൈ കേട്ട് അറിയാണ്ട് കുടയുന്നത് നമ്മുടെ ഒരു ശീലമാണ്. അത് ചിലപ്പം തെറിച്ച് വീഴുന്നത് തൊട്ടടുത്ത ഒരാളുടെ അത് വരും. അതുപോലെ കൊപ്പിളിച്ച് കഴുകുക, അല്ലെങ്കിൽ ഭയങ്കര ഒച്ച ഉണ്ടാക്കി കഴുകുക, ഇതൊക്കെ മറ്റുള്ളവർക്ക് ഭയങ്കര, എല്ലാവരും പൊതുവെ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടൊക്കെ പറയാം. അപ്പം അതുപോലെ ടൂത്ത് പിക്ക് ഉപയോഗിക്കുന്നതാണ് ഒരു ഭക്ഷണം. നമ്മൾ പ്രത്യേകിച്ച് ഒരു റെസ്റ്റോറൻറ്റിലെ കേരളത്തിലാണെങ്കിൽ ബിരിയാണി, ചിക്കൻ കറി കഴിക്കാത്തില്ല. അപ്പോൾ ഈ ബിരിയാണിയൊക്കെ കഴിച്ച് ബീഫോ മീറ്റോ മട്ടനോ ഒക്കെ കഴിച്ചാൽ ഉറപ്പായിട്ടും അതിൻ്റെ ഇറച്ചിയുടെ അംശങ്ങൾ പല്ലിൻ്റെ ഇടയിൽ വരും. അത് ഭയങ്കര അരോചകമാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയെങ്കിലും ഇളക്കി കളയണം. അതിനാണ് ഈ ടൂത്ത് പിക്കിൻ്റെ ഉപയോഗം. പക്ഷേ ആ ടൂത്ത് പിക്ക് ആളുകളുടെ മുമ്പിൽ വെച്ച് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും. അത് ടൂത്ത് പിക്ക് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ടിഷ്യൂ എടുത്ത് നിങ്ങൾ ടേബിൾ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതെടുത്തുള്ള ഒരിക്കലും ടേബിളിൽ ഡയറക്റ്റ് ഇടാൻ പാടില്ല. അത് കാരണം അത് ഡയറക്റ്റ് കോൺടാക്റ്റ് ആയിട്ട് ഒരാൾ എടുക്കേണ്ടതാണ്. അതൊരു ടിഷ്യൂവിനകത്ത് മടക്കി ആ ടേബിൾ വെക്കുക, അല്ലെങ്കിൽ റബ്ബിഷിൽ കൊണ്ടിടുക എന്നൊക്കെയുള്ള കുറേ നിയമങ്ങളുണ്ട്. ഇതൊന്നും ആരും നമ്മുടെ നാട്ടിൽ ചെയ്യില്ല. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടേബിൾ ക്ലോത്ത് അല്ലെങ്കിൽ ഒരു നാപ്കിനൊക്കെ തരും, അത് മടക്കി വെക്കുക. അത് നമ്മളെ അത് കൈ കഴുകാനും ഫിംഗർ ബോളൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചുണ്ടിലൊക്കെ ഒപ്പി വെക്കാനൊക്കെ ഉള്ള സാധനമാണ്. നമ്മുടെ നാട്ടിൽ അത് സ്പൂണും ഫോക്കും കഴിക്കുന്നവർക്കാണ് ആ ഒരു ക്ലോത്ത് വേണ്ടത്. നമ്മൾക്ക് ചോറും കറിയും കുഴച്ചടിച്ച് കഴിച്ചിട്ട് പുരട്ടുന്ന അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ശരിക്കും ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടുകാരിൽ ആളുകൾ ഇങ്ങനെ പറയുമോ ഇവർക്ക് ഇത് അറിയില്ലല്ലോ. അത് ഏറ്റവും വലിയ പ്രശ്നം വരിക എന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും, നമ്മളിങ്ങനെ വളരുകയാണ്, നമ്മൾ മലയാളികൾ അല്ലേ, ലോകം മുഴുവൻ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവരെന്തെങ്കിലും ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ, ഒരു ബിസിനസ് മീറ്റിൽ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിന്നറിന് ഒരു ഹോട്ടലിൽ 10 പേരോട് കൂടി നിങ്ങൾ ഇൻവൈറ്റ് ആയിട്ടിരിക്കും. ആ 9 പേരും ആ ടേബിൾ മനസ്സ് കഴിക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് ഇതൊന്നും അറിയില്ല, നമ്മൾ എംബ്രാസ് ആയി പോകും. അങ്ങനെ എത്ര പേരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് ഒരു ബേസിക് ഇതൊന്നും ഓക്കെ, മലയാളിക്ക് ചോറും കറിയും കൈവച്ച് കുഴച്ച് കഴിച്ചാലേ തൃപ്തിയാവുള്ളൂ. എനിക്കായാലും അത് വീട്ടിലായാലും. പക്ഷേ ഇടയ്ക്കെങ്കിലും നമ്മൾ സ്പൂണിലും ഫോക്കിലും കഴിച്ച് ശീലിക്കണം.
ഇങ്ങനെ ഒരു അവസരത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് നാളെ അറിയില്ല നിങ്ങൾ ഏത് പൊസിഷനിലെത്തും, നാളെ UK-ലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ ഇപ്പം എല്ലാവരും അങ്ങോട്ട് പോവാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് നാളെ ഒരു വലിയൊരു മീറ്റിൽ ഒരു സ്പെഷ്യൽ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തിട്ട് ഇരിക്കുമ്പോൾ ആ 10 പേരുടെ ഒരു ടേബിൾ അല്ലെങ്കിൽ 20 പേരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരുമിച്ച് അവർ സ്പൂണിലും ഫോക്കിലും ഒക്കെ കറക്റ്റ് അത് അവിടെ ഒരു മര്യാദക്കാണ് കഴിക്കുക. അവിടെ നമ്മൾ ഒരു ഓഡ് ഔട്ടായിട്ട് മാറും. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കുക. എന്താണ് ഒരു ടേബിൾ എത്തിക്സ് അല്ലെങ്കിൽ ടേബിൾ മര്യാദകൾ എന്നൊക്കെ മിനിമം ഉള്ള നോളജൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഇത്രയും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയും ഒരു വലിയൊരു സമൂഹം മറ്റു രാജ്യങ്ങളിലേക്ക് അവിടെയൊക്കെ പോകുമ്പോൾ ഇതെന്തായാലും അവരറിയും. ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ നിങ്ങൾക്ക് ഡിന്നറിന് പോകേണ്ടി വരും. ചിലപ്പം കുറച്ച് നാളൊക്കെ ആയി. ഇത് പറയുമ്പോ ഇന്ദ്രൻസ് ചേട്ടൻ ജപ്പാനിലാണ് ചൈനയിൽ പോയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. പുള്ളി ആ കോർക്കൊക്കെ ഇട്ട് കഴിച്ചു, പുള്ളിക്ക് പറ്റുന്നില്ല ഇന്ദ്രൻസ് ചേട്ടൻ. അത് ഭയങ്കരമായിട്ട് വാർത്തയായി. ഇന്ദ്രൻസ് ചേട്ടൻ അടുത്ത് വന്നതിന് ശേഷം ഞാനൊരു ഇന്റർവ്യൂ എടുത്തപ്പോൾ ആ കാര്യം ചോദിച്ചു, എനിക്കിത് പറ്റില്ല. പക്ഷെ അതെന്താന്ന് വെച്ചാൽ അത് കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ നമ്മൾ എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു ഡേയിൽ നമ്മൾ ഫോക്കിലും സ്പൂണിലും കഴിച്ച് ഇതെന്താ നമ്മൾ വിചാരിക്കും നമുക്ക് ഇതൊക്കെ പറ്റുമെന്ന്. പക്ഷെ അവർ വളരെ സൈലന്റ് ആയിട്ട് ആ ഫോക്കിന്റെ സൗണ്ട് പോലും ഇല്ലാതെ കഴിക്കുക. നമ്മളത് അറിയാത്തൊരു കഴിച്ചാൽ ടിങ് ടിങ് സൗണ്ട് അതുപോലും അരോചകമാണ്. അപ്പൊ അവരെല്ലാവരും നിങ്ങളെ നോക്കും. അപ്പൊ നമുക്ക് തന്നെ ഒരു വലിയൊരു മീറ്റിംഗിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഓഡ് ഔട്ട് ആവുന്ന ഞങ്ങളൊക്കെ സെർവ് ചെയ്യുന്നവരാണ് ഇങ്ങനെയൊക്കെയുള്ള ഡിന്നേഴ്സൊക്കെ. ഈ ലണ്ടനിലൊക്കെ ഉള്ള വലിയ റെസ്റ്റോറൻറ്റ്സിൽ ഇതേപോലുള്ള മലയാളികളൊക്കെ വരും. അവിടെ ഒത്തിരി വലിയ അപ്പം ചിലർക്ക് ഇത് ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവരെല്ലാം ഇരുന്ന് ഇങ്ങനെ ഒരു കോസ്റ്റ് ബൈ കോസ്റ്റ് ആയിട്ടുള്ള ഡിന്നേഴ്സ് ഒക്കെ ഉണ്ട്. വൈൻ പെയറിംഗ് ഡിന്നർ പെർ പേഴ്സൺ ഒരു 30,000 രൂപ 40,000 രൂപയ്ക്കുള്ള മെനു ഒക്കെ ഉള്ള റെസ്റ്റോറൻറ്റ്സിൽ ഈ ഓരോ കോഴ്സും ഉണ്ട്. ഫസ്റ്റ് അമ്യൂസ് ബിഷ്, സ്റ്റാർട്ടർ, പിന്നെ ഒരു ഫിഷ് കോഴ്സ്, മെയിൻ കോഴ്സ്, ഡെസേർട്ട്, കോഫി, അതിൻ്റെ ഇടയ്ക്ക് ഒരു പാലറ്റ് ക്ലീനസ്. ഇതിനൊക്കെ ഒരു വേ ഓഫ്. അപ്പോൾ ഇവർ വിചാരിക്കുന്നവർക്കൊക്കെ അറിയാമെന്ന് പറയും. ബാക്കി എല്ലാവരും ഭയങ്കര സ്റ്റൈലായിട്ടുള്ള ജെയിംസ് ബോണ്ട് സിനിമയിലൊക്കെ കഴിക്കുന്ന വൈൻ എങ്ങനെ കുടിക്കണം, ഗ്ലാസ് എങ്ങനെ വെക്കണം, ഇതൊക്കെ അവർ ആ സിസ്റ്റത്തിലായിരിക്കും. ഒരാൾ അതില്ലാതായി കഴിഞ്ഞാൽ അയാളും അൺകംഫർട്ടബിൾ ആണ്, മറ്റുള്ളവർക്കും വിഷമമാണ്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഇതൊക്കെ കുറച്ച് ഒരുപാട് ഇത്രയൊന്നും വേണ്ടെങ്കിലും ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് അവരുടെ ഭാവിയിൽ ഇതുപോലൊരു അവസരങ്ങളിൽ നമ്മൾ ഹ്യൂമിലിയേറ്റ് ആവാതെ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു നാണക്കേടായി തോന്നും. അല്ല ഇവിടെ ഓക്കെ കേരളത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല. നിങ്ങൾ കൈ വെച്ച് കഴിച്ചാലോ ഫോക്ക് വെച്ച് കഴിച്ചാലോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനത്തെ സമയത്ത് അത് മാത്രമാണ് എല്ലാവരും കഴിക്കുമ്പോൾ അത് വേണം എന്നുള്ള കുറേ പോയിന്റ്സ് കൂടെ ഒക്കെ ആളുകൾ മനസ്സിലാക്കിയത് നല്ലേ.